ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നല്ല ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിട്ടി കൊണ്ടുള്ളൊരു മാജിക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എത്ര കറുത്തവരാണെങ്കിലും ശരി, മുൾട്ടാണി മിട്ടി ഇട്ട് കഴിയുമ്പോൾ ബ്രൈറ്റ് സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ കരിമംഗല്യം വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അത് പിന്നെ ചെറിയ നമ്മുടെ മോക്കുരു വന്ന പാട്, അങ്ങനെ പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഇതിൻ്റെ എല്ലാം പാടുകളൊക്കെ തുടച്ച് നീക്കാനായിട്ട് നമ്മുടെ മുൾട്ടാണി മിട്ടിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അപ്പോൾ അപ്പോൾ മുൾട്ടാണി മിട്ടി നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പം എല്ലാവരും വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയൊക്കെ ചെയ്യുക. എന്നാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും. അപ്പോൾ എത്ര കറുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരി, മുൾട്ടാണി മിട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടി സഹായിക്കും. എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ഭയങ്കര സായിപ്പിൻ്റെ നിറമാണ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കിൻ ഒരു പരിധി വരെയും ആ ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞ് നല്ലൊരു നിറം കിട്ടാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യണ പോലെ നമുക്ക് പാൽ കൊണ്ടിട്ട് ഒരു ക്ലെൻസിങ് കൊടുക്കാം. മുഖം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നമ്മുടെ പാലും ഉണ്ട്. ഇപ്പോൾ പാല് തന്നെ വേണം. ഇപ്പോൾ റോസ് വാട്ടറും കൂടി, റോസ് വാട്ടർ മാത്രമല്ല, റോസ് വാട്ടറോ എന്തെങ്കിലും നമുക്കിട്ട് ക്ലെൻസ് ചെയ്താൽ മതി. ഏറ്റവും നല്ല പാല് തന്നെയാണ്. ഇനിയിപ്പോൾ പാലിൻ്റെ അകത്തോട്ട് നമ്മൾ റോസ് വാട്ടർ ഇട്ടാലും നല്ലതാണ്. അപ്പം ക്ലെൻസിങ് നല്ല രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം പച്ചപ്പാൽ നമ്മൾ രാവിലെ പാല് കാച്ചുമ്പോൾ കുറച്ചെടുത്ത് വെച്ചേക്കണം. പച്ചപ്പാൽ കൊണ്ടാണ് കൂടുതൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമ്മളിന്ന് എന്താ ചെയ്യണമെന്നറിയോ? ഒരു അടിപൊളി പാക്കാണ് ഇടുന്നത്. നമ്മുടെ മുൾട്ടാണി മിട്ടി കൊണ്ട് ഒരു പാക്കാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് എത്ര കറുപ്പുള്ളവർക്കും നമുക്ക് സ്കിൻ നല്ല ബ്രൈറ്റനാക്കാൻ പറ്റിയൊരു ഇതാണ്. അപ്പം ഞാൻ ഇതുപോലെയുള്ള വലിയ ഒരു ഇതാണ് മേടിക്കുന്നത്. ഇതെപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പം ഇതുപോലെയുള്ള ഇതാണ് മേടിക്കുന്നത്. ഇങ്ങനെ മേടിക്കാനാണ് നമുക്ക് ലാഭം. അപ്പം നമുക്ക് ആവശ്യമുള്ള മുൾട്ടാണി മിട്ടി എടുത്തിട്ട് നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബെഞ്ചാറാസിൻ്റെ തന്നെ മേടിക്കുക കേട്ടോ. നല്ല കമ്പനിയുടെ നോക്കി മേടിക്കുക മുൾട്ടാണി മിട്ടിയൊക്കെ. അപ്പോൾ നമ്മളിത് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള നമ്മൾക്ക് കുറച്ച് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി നമുക്ക്. പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയില്ലേ, ഉലുവ. അപ്പം ഈ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവാപ്പൊടി എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല ഇതാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഉലുവാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ അരച്ചിട്ടാലും മതി. ഉലുവ തലേദിവസം കുതിർത്തി കഴിഞ്ഞിട്ട് അരച്ച് അതിൻ്റെ കുറച്ച് ഇതെടുക്കണം, പൾപ്പെടുക്കണം. അതല്ല എങ്കിൽ നമുക്കിത് മാർക്കറ്റിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. മനസ്സിലായോ? നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉലുവാപ്പൊടി എന്നും പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം അതിലെന്തെങ്കിലും കൂട്ടൊക്കെ ഉണ്ടാവണ കാരണമാണ് ഞാൻ നമ്മുടെ ശരിക്കും ഫ്രഷ് നമ്മുടെ ഉലുവ എടുത്ത് പൊടിച്ചെടുത്തത്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് നമുക്ക് കാണാം. അതായത് ഇനി വേണ്ടത് നമുക്കൊരു
തക്കാളിയാണേ. അപ്പം തക്കാളി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ തക്കാളി എടുത്താൽ മതി കേട്ടോ, നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള മതിയല്ലോ. അപ്പം ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ഒരു പരിധി വരെ നമ്മുടെ മുഖത്തെ കറുപ്പൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുതേ അരക്കുമ്പോൾ. അപ്പം ഞാൻ അരച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ പൾപ്പ് കണ്ട, അത് നന്നായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുമാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഉലുവയും മുൾട്ടാണി മുട്ടിയൊക്കെ ഒന്ന് മിക്സ് ആകാനുള്ള അത്രക്ക് നമുക്ക് ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടി വേണം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ നല്ല തിക്ക് പേസ്റ്റാക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. മുഖത്ത് നമ്മുടെ ഇരിക്കണം ശരിക്കും. അപ്പോൾ നമ്മുടെ ഈ മുൾട്ടാണി മുട്ടി നമുക്ക് ഈ ഓയിൽ സ്കിൻകാരൊക്കെ ഇല്ലേ, അവരുടെ ഈ എണ്ണമയമൊക്കെ പോകാൻ, ഓയിലൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ കരിമംഗല്യവും അതും ഇതും വന്നൊക്കെ പാടുകളും ഒക്കെ മായ്ക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് നമ്മുടെ മുൾട്ടാണി മുട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് സ്കിന്നിലിട്ട സ്കിൻ നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്ന് നോക്കാം. മെയിൻ പാക്കാണ് നമ്മുടെ മുൾട്ടാണി മിട്ടി. പിന്നെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ? തക്കാളി, ഉലുവ, ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത്രയും മാത്രം മതി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ട്. നിങ്ങൾക്ക് അത്ര അടിപൊളി ഒരു റിസൾട്ടാണ് ഇതിന്. നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ നല്ലതായിട്ട് പോകും, മുഖം നല്ല അടിപൊളിയാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് നല്ല കട്ടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര കറുപ്പുണ്ടെങ്കിലും നമുക്കിത് ഒരു പരിധി വരെ നമ്മുടെ മുഖം വെളുപ്പിക്കാൻ പറ്റും ഇതിന്. അപ്പോൾ കട്ടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ലൈവായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എഫക്റ്റാണ് നമ്മുടെ മുൾട്ടാണി മുട്ടിക്ക്. അപ്പോൾ നമ്മുടെ ഉലുവയും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഉലുവ അരച്ചൊക്കെ മുഖത്തിട്ടാൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം എല്ലായിടത്തും ആയി, കഴുത്തിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എന്തുമാത്രം നമ്മുടെ മുഖം ബ്രൈറ്റ് ആയിട്ടുണ്ട് നമുക്കപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടച്ചൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് തിന്നാൽ മതിയേ. ഏത് പാക്ക് ഇട്ടാലും നമുക്കൊരു 20 മിനിറ്റ് തിന്നേച്ചാൽ മതി. അപ്പോൾ നമുക്ക് കരിമംഗല്യോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ പാടുകളൊക്കെ നല്ലതായിട്ട് ലൈറ്റൻ ചെയ്യുന്ന ഒരു പാക്കാട്ട്. ഇത് നമ്മുടെ ഇപ്പം കറുത്ത പാടുകളൊക്കെ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മുൾട്ടാണി മിട്ടിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഉലുവയും ഒക്കെ അല്ലേ നമ്മൾ ചേർത്തേക്കണം, തക്കാളിയും ഇതൊക്കെ ചേർത്തേക്കുന്നത്. അപ്പം സ്കിൻ നല്ല അടിപൊളിയാൻ വേണ്ടിയുള്ള 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. അപ്പോൾ നല്ല ബ്രൈറ്റനായില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഈ പാക്ക്. അപ്പോൾ സ്കിൻ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായില്ലേ. നല്ല നിറവും വെക്കും, നമുക്ക് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും അതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കറുപ്പ് നിറം ഈ നമുക്ക് കരിമംഗല്യോ ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ മുഖത്ത് നിറച്ച് കറുത്ത കുത്തും അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പാടൊക്കെ മായ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഒരു മുൾട്ടാണി മിട്ടി നമ്മളൊരു വലിയ പാക്കറ്റ് മേടിച്ച് വെക്കുക, ആവശ്യത്തിന് കുറേശ്ശെ എടുക്കുക. ഇപ്പോൾ കണ്ട സ്കിന്നൊക്കെ നല്ല മാറ്റമില്ലേ. അപ്പം ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മറുപടി കമൻ്റായിട്ട് അയക്കുക. അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.